ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പം നമ്മളിന്ന് കാണാൻ പോണത് വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോണ്ടോള ടൂറാണ് കേട്ടോ. ഇപ്പോൾ ഗോണ്ടോള എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ നല്ല നീട്ടത്തിലുള്ള വള്ളമില്ലേ, അതുപോലത്തെ വള്ളങ്ങളാണ് ഇവിടെ ഗോണ്ടോള എന്ന് പറയുന്നത് കേട്ടോ. ഇത് വെനീസ് കൾച്ചറിൻ്റെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഗോണ്ടോള ടൂർ കേട്ടോ. അപ്പോൾ നമ്മൾ ഗെറ്റ് യുവർ ഗൈഡിൽ നിന്നാണ് ഒരു ഗോണ്ടോള ടൂർ നേരത്തെ ബുക്ക് ചെയ്തത്. നമ്മുടെ ഗൈഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിക്കപ്പ് പോയിന്റിൽ വരുമ്പോൾ അവർ പതിയെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ഗോണ്ടോള വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രാൻഡ് കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ, വെനീസിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽ സ്ട്രീം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും കുറേ അടിപൊളി ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നതിന് ശേഷമാണ് മെയിനായിട്ട് നമ്മുടെ ഗോണ്ടോളൻ്റെ പിക്കപ്പ് പോയിന്റിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഉൾവഴി കൂടെയാണ് പിക്കപ്പ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കനാൽ സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് കാണേണ്ട ഒരു സിറ്റിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ടാക്സിയോ ഗോണ്ടോള, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബോട്ട് ടൂർസൊക്കെ എടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ ഇങ്ങനെ നടക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വെനീസ് ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പാർക്കിംഗ് സ്ലോട്ടുണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണണം കേട്ടോ. അപ്പോൾ 2 ദിവസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെനീസിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസൊക്കെ നടന്ന് കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കനാലിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മുടെ ഗോണ്ടോള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂർസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പിക്കപ്പ് പോയിൻറ്റ്സാണ് പല പ്രൊവൈഡേഴ്സിന് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ വിയാറ്ററോ അല്ലെങ്കിൽ ഗെറ്റ് യുവർ ഗൈഡോ ട്രിപ്പ് അഡ്വൈസറോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടൂറ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൂറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഗോണ്ടോളയിൽ 5 പേർക്കാണ് കയറാൻ പറ്റുക. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഗോണ്ടോള എടുക്കുകയാണെങ്കിൽ അത് ഫുൾ നമുക്കായിട്ട് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4-5 പേരൊക്കെയാണ് ഒരു ഗോണ്ടോളയിൽ ഇവരെ നമ്മളെ കയറ്റാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കയറാനുള്ള ഗോണ്ടോളയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഒരു 2 സീറ്റും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 3 സീറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് കപ്പിൾസ് ഒരുമിച്ചൊരു ഗോണ്ടോള എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മൾ വേറെ ഗോണ്ടോളയിലായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും സെയിം ഗോണ്ടോള, അതുപോലെ തന്നെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഈ ഒരു ഗോണ്ടോളയിൽ ഉണ്ടായിരുന്നത്. ബാക്കിലെ സീറ്റിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വേറൊരു കപ്പിളാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ്സ് ആണ് ഈ ഒരു റൈഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇവരിങ്ങനെ തുഴഞ്ഞ് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഗോണ്ടോളയുടെ ആ ഒരു ബാക്ക് സൈഡ് കാണാനല്ലേ, ഇതുപോലെ ഇവരിവിടെ നിന്നിട്ട് പതിയെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ തുഴയത്തില്ലേ തോണി, അതുപോലെയാണ് ഇവർ തുഴഞ്ഞു പോകുന്നത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടർ കേട്ടോ, നല്ല രസമാണ് ഇവിടെ ഒരു വാട്ടർ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാ കനാൽസിലും ഈ ഒരു കളറാണ് കേട്ടോ. വെനീസിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വാട്ടർ കളറാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇതിനകത്ത് കയറി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഗൈഡ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ചാനലിലേക്ക് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ കേട്ട് പോകാം കേട്ടോ. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഒരു ഗോണ്ടോളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ ശരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്നും ഹിസ്റ്ററി ഒന്നും കേട്ടോളണം എന്നില്ല. ഇതൊക്കെ ഓരോരോ ബിൽഡിങ്സ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും നോർമൽ റെസിഡൻസ് താമസിക്കുന്ന ബിൽഡിങ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഏറ്റവും ഭംഗി ഇവിടുത്തെ എന്ന് പറയുന്നത് ഇതുപോലത്തെ കൊച്ചു ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. പിന്നെ പതിയെ കൊച്ചു കനാൽ സ്ട്രീമിലൂടെ ഇങ്ങനെ പോയതിന് ശേഷം നമ്മൾ മെയിൻ ഗ്രാൻഡ് കനാൽ നേരത്തെ കണ്ട ഒരു ഏരിയയില്ലേ, അവിടേക്കാണ് പോണത് കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗോണ്ടോളാസൊക്കെ നമുക്ക് ബ്ലാക്ക് കളറിൽ അപ്പോൾ കാണാൻ പറ്റാം. എല്ലാ ഗോണ്ടോളാസും ബ്ലാക്ക് കളറാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പണ്ട് ഇത് പല കളേഴ്സിലായിരുന്നു, ഗ്രീന്, റെഡ്, യെല്ലോ, അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള ഗോണ്ടോളാസ് ആയിരുന്നു പണ്ടത്തെ കാലത്ത് വെനീസിലുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഒരു വലിയൊരു ഫ്ലൂ പോലുള്ളൊരു പകർച്ചവ്യാധി വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടോ. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് ഇവരെല്ലാവരും ഇത് ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയത് കേട്ടോ. ബ്ലാക്ക് കളറാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. ഈ ഒരു ഗ്രീനിഷ് വാട്ടറിൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഫാമിലിക്ക് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു പ്ലേസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഈ ഒരു റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ഗോണ്ടോള ടൂർസ് എടുക്കാം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ തിരക്കുള്ള ഈ ഒരു കനാൽ സ്ട്രീമിലൂടെ ആവില്ല ഇവർ നമ്മളെ കൊണ്ടുപോകണത്.
അപ്പോൾ അതിന് വേറെ പിക്കപ്പ് പോയിൻറ്റ്സ് ഉണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനത്തെ കൊണ്ടുള്ള റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് പാക്കേജസ്. അപ്പോൾ അത്രയധികം സമയം ശരിക്കും ഈ ഒരു വെനീസ് സിറ്റി തന്നെ ഇതിപ്പോൾ മെയിൻ അട്രാക്ഷൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 2 മണിക്കൂറിൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെനീസ് തന്നെ കറങ്ങി വരാൻ പറ്റും. നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു കൊച്ചു ഐലൻഡാണ്. ഇതിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു കനാൽ സ്ട്രീം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗോണ്ടോളയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് ഡേയിൽ തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഐലൻഡാണ് വെനീസ് കേട്ടോ. ഒന്നുമല്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ബോട്ട് മാർഗം സ്വീകരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് കാണാം കേട്ടോ, വേറെ ഒരു വഴിയില്ല. നടക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെനീസ് ഒരു ഓപ്ഷനായിട്ട് വെക്കേണ്ട, കാരണം നമ്മൾ നടന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. അതുപോലെ കൊച്ചു കൊച്ചു ബ്രിഡ്ജുണ്ട്, അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെ നമുക്ക് കാണേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ വാക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു സിറ്റി തന്നെയാണ് വെനീസ് എന്ന് പറയുന്നത്. സമ്മറിൽ വന്നാലേ നമുക്ക് രസം ഉണ്ടാവും, കാരണം ഇപ്പോൾ നമുക്ക് സമ്മറിൻ്റെ ഒരു സ്റ്റാർട്ടാണ്. എന്നിരുന്നാൽ പോലും ചില ദിവസങ്ങൾ വളരെ ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല സണ്ണി ആയിട്ടുള്ള സമയത്ത് നല്ല വെതർ ഉള്ളപ്പോഴാണ് ഇവിടുത്തെ ഒരു ഗോണ്ടോള ടൂറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല സണ്ണി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഞാൻ നേരത്തെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ടാണ് വന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഡെഫിനറ്റായിട്ടും വെനീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഗോണ്ടോള എന്ന് പറയുന്നത്. പക്ഷേ ഒരു 30 minutes to 1 hour ഒക്കെ മോർ ദാൻ എനഫാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട് ഇവിടെ. ആ ഒരു ബോട്ട് ടൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള മുറാനോ, ബുറാനോ, ടോർസെല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് ഐലൻഡ്സ് ഉണ്ട്, അവിടേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേറെ സെപ്പറേറ്റ് ടൂർസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിയാറ്ററിലോ ഗെറ്റ് യുവർ ഗൈഡിലോ നോക്കുകയാണെങ്കിൽ നമുക്ക് ബുറാനോൻ്റെയൊക്കെ ടൂറുണ്ട്. നമ്മളത് ഓൾറെഡി എടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെല്ലെ നമ്മൾ ആ ഒരു കൊച്ചു കനാൽ സ്ട്രീമിൽ നിന്ന് മുന്നോട്ട് വന്ന് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് കനാലിൻ്റെ ഇവിടേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആ ഒരു ബസിലിക്കയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ, വളരെ ഫേമസ് ആണത്. അപ്പോൾ കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സൊക്കെ നമുക്ക് ഇതിന് ചുറ്റും കാണാൻ പറ്റും. നമുക്കിങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആയിട്ട് മാത്രമാണ് തോന്നുക, പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സാണ്. അപ്പോൾ ഇതൊരു കൊച്ചു ഐലൻഡ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു ബസിലിക്ക, ആ ഒരു ചേർച്ച് ആണെന്നുണ്ടെങ്കിലും, അതുമാത്രമല്ല മെയിൻ സെൻറ്ററിൽ സെൻറ്റ് മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസിലിക്ക ഉണ്ട്. അവിടെ പ്രെയറൊക്കെ നടക്കുന്നതാണ് കേട്ടോ. അതൊരു കാത്തലിക് ചേർച്ചാണ്. അപ്പോൾ റിലീജിയസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന, പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ചേർച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പ്രിസൺ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആ പ്രിസനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഗ്രാൻഡ് കനാൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഫോട്ടോസ് എടുക്കാനും പറ്റും. ഒരു 30 minutes റൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കുക, കൂട്ടത്തിൽ കൂടെ ഫോട്ടോസ് എടുക്കുക, എല്ലാം കൂടി നടക്കത്തില്ല കേട്ടോ. പക്ഷേ ഗോണ്ടോളയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ 40-45 euro ഒക്കെ പെർ പേഴ്സൺ കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 25 to 30 minutes റൈഡ് മാത്രമാണ് കിട്ടുക. പക്ഷേ ഇവിടെ വന്ന് ഡെഫിനറ്റായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, മിസ് ചെയ്യരുതല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്തത് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം അയ്യോ അത് ട്രൈ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കനാൽ സ്ട്രീംസും ഈ ഒരു ബ്രിഡ്ജസും ഒക്കെ നമുക്ക് നടന്നും കാണാം. പക്ഷേ ഇവിടെ വരുമ്പോൾ കൊണ്ടുള്ള റൈഡ് എടുക്കണമല്ലോ. ശരിക്കും ഈ വെനീസിലുള്ള ആൾക്കാരുടെ പണ്ടത്തെ കാലത്തെ ഒരു ബിലീവ് അനുസരിച്ച് 2 തവണയാണ് ഇവർ ഗോണ്ടോളയിൽ കയറാന്നാണ് പറയണത്. ഒന്ന് അവർ വെഡ്ഡിങ് ഡേ, അവർ കല്യാണം കഴിച്ച ദിവസം, ഒന്ന് ഫ്യൂണറലിൻ്റെ സമയത്താണ് കേട്ടോ, മരിച്ചതിന് ശേഷം. അങ്ങനെ എന്തൊക്കെയോ കൾച്ചറൽ സംഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് വെനീസിലത്തെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമായിരുന്നു കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ബൈക്കും കാറൊക്കെ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ ഇവർ യൂസ് ചെയ്തിരുന്നത് ഈ ഗോണ്ടോള മാത്രമാണ്. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഈ ഒരു ഗോണ്ടോള യൂസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ എന്തായിരുന്നാലും ഇത് വൺസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു ഗോണ്ടോള ടൂർ എൻഡായിട്ടോ. 25 minute തൊട്ട് 30 minute വരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് 30-35 euro ഒക്കെയാണ് കേട്ടോ. അപ്പോൾ സീസൺ അനുസരിച്ചിട്ടും പിന്നെ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടൊക്കെ റേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് വെനീസിലുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെനീസ് സിറ്റി കണ്ടുല്ലോ അല്ലേ. അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.